ഹലോ. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി വന്നിട്ടോ. ഞായറാഴ്ച ആവാൻ കാത്തിക്കാണല്ലേ നേരെ പുത്തൂരേക്ക് ഓടാൻ വേണ്ടിയിട്ട്. അല്ലാത്ത ദിവസം പോകില്ല എന്നല്ല, ഞായറാഴ്ച ആകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവുമല്ലോ, എല്ലാവർക്കും ലീവ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ അയൽവാസി ജമീലത്തെ പ്രാവശ്യത്തെ ആദ്യത്തെ നല്ല ചക്ക കൊണ്ടു തന്നിട്ടോ. ആ നല്ല നാടൻ വരിക്ക ചക്ക, നല്ല മൂത്ത ചക്കയായിരുന്നു. ചെറിയ ചക്ക ആണെങ്കിൽ വലിയ ചുള, നല്ല പച്ച തിന്നാൽ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയപ്പോഴാണ് വിചാരിച്ചത് ചക്കക്ക് കൂട്ടാൻ എന്തുണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ 12:30 മണിയായപ്പോഴാണ് നമുക്ക് ചക്ക കിട്ടുന്നത്. ചെറിയ ചക്കയും ഞങ്ങളൊരു ജുമാൻ്റെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, ഉള്ളതിന് നല്ല ബീഫും വാങ്ങാമെന്ന് വിചാരിച്ച് ഉമ്മനെയും മക്കളെയും നേരെ ചക്ക മുറിച്ചിടാനാക്കി ഞങ്ങൾ ബീഫ് വാങ്ങാൻ പോയി കേട്ടോ. ആ സമയത്ത് നമ്മൾ ബീഫ് കിട്ടണം, നമ്മളെ കൊടുവള്ളി തന്നെ പോകണം. നേരെ കൊടുവള്ളി പോയി ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഒരു ചക്ക പകുതി മുറിച്ചിടുക, പകുതി തിന്നുക, ഇതാണ് അവസ്ഥ. അപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഇതെന്നാൽ വെക്കാനുണ്ടാവില്ല, പച്ച തിന്നാനേ ഉണ്ടാവുള്ളൂ. നല്ല രസമുള്ള ചക്ക ഉണ്ട്, ആദ്യമായിട്ട് കിട്ടിയിട്ടാണ്, ആദ്യത്തെ ചക്ക ആയിട്ടാണോ നോർമൽ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീഫ് കിട്ടിയപ്പോൾ ബീഫ് കറി വെക്കണ ഉത്തരവാദിത്തം ഞാൻ അങ്ങ് ഏറ്റെടുത്ത് ഓല ചക്ക പാകലാക്കാനും നോക്കി. ബീഫിന് നല്ല എരിവിട്ട ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ച് നല്ല ബീഫ് എന്നിട്ട് കിട്ടി, നല്ല മൂത്ത ബീഫും കിട്ടി. അങ്ങനെ നല്ല എരിവിൽ നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് ബീഫ് കറി ഉണ്ടാക്കി. ബീഫിൽ കറി ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ സ്പെഷ്യലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് നമ്മളുണ്ടാക്കി. എന്താണ് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയെടുത്ത് അതിലേക്ക് ബീഫിട്ട്, ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചാട്ടോ വീഡിയോ എടുക്കണം, അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്, ക്ഷമിച്ചാളി. പിന്നെ അതിലേക്ക് എന്താണ് ഉള്ളിയും തക്കാളിയൊക്കെ വാടിക്കഴിഞ്ഞാൽ ബീഫ് അതിലിട്ട് കുറച്ച് ഉലുവ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ. നല്ല എരിവുള്ള കറി ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടി ഇടുമ്പോൾ എരിവ് കുറേ ഉണ്ടാകുന്ന വിചാരിച്ചു. 1-1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല പൊടിപ്പിച്ചെടുത്ത നല്ല മുളക് പൊടി ഉണ്ടായിരുന്നു. നല്ല എരിവിലായിട്ട് മുളക് പൊടി ഇട്ടു. എരിവുള്ള ബീഫും ചക്കയും പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. മസാല ഒക്കെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ നന്നായിട്ട് മൂടി വെച്ച് വിസിലടുപ്പിച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ നമ്മളെ ചക്ക എന്തായെന്ന് പോയി വെക്കാമല്ലോ. ചക്ക എല്ലാം കൂടി ഇത് കാണുന്ന ചക്കയുള്ളൂ കേട്ടോ, ഞങ്ങൾ ഇത്രയും ആൾക്കാർക്ക് പോയി കഴിക്കാനുള്ളതാണ്. പകുതി തിന്നുപോയി, പകുതി ബാക്കിയാണ് മുറിച്ചിടാനുണ്ടായത്. എന്നാലും വേണ്ടിയില്ല, ആദ്യം കിട്ടുന്ന ചക്കയല്ലേ, പച്ച തിന്നാനും ഉണ്ടാവില്ല ഒരാഗ്രഹം. അപ്പോൾ അതിനെ ചക്ക വെച്ച രീതി കാണിക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ റെഡിയായി, നമ്മളെ ബീഫ് കറിയും റെഡിയായി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചക്കയും ബീഫും കഴിക്കാനുണ്ടോ. ചക്കയും ബീഫും ഇഷ്ടമുള്ള ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യും.